എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല എന്താ പ്രശ്നം? എന്താ പക്ഷേ എന്താ പ്രശ്നം? അപ്പൊ ഇയാളി നാട്ടിലൊന്നുമല്ലേ? നാരായണചേട്ടന്റെ മോനെ യക്ഷി പിടിച്ചോണ്ട് പോയി. യക്ഷിയാ? ഏത് യക്ഷി? കടപ്പുറം കാർത്തിയാനി. എന്റെ ദൈവമേ, ഇതിപ്പോ എത്രാം തളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാക്കണത്? അവക്ക് എന്ത് ചെയ്താലെന്താ? ആ ആനപ്പാറയിലെ അച്ഛമ്മയും അവരുടെ ഗുണ്ടകളുണ്ടല്ലോ സഹായത്തിന്. ആ അഹങ്കാരം അവക്ക്. ഓക്കെ, ഇന്നത്തോണ്ട് തീരും. നാരായണചേട്ടൻ പോണതേ 500 ആനെ കാണാനാ. 500 ആനെ കാണാനോ? ആ അതെ. എന്തെങ്കിലും നടക്കും. ഞങ്ങൾ രക്ഷിക്കണം മുതലാളി, ഞങ്ങൾ രക്ഷിക്കണം മുതലാളി. ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം മുതലാളി. ശശിരിക്കാൻ ഞാൻ അങ്ങോട്ട് വരണോ? കേറി വാ. ദേവാന്ന് വെച്ചിട്ടേക്ക് വരുന്നു. അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? കൊള്ളേ. എന്താടാ കാര്യം? 500 മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. അതെന്താ ബാക്കിയുള്ള മുതലാളികളെല്ലാം ചത്തോ? കാര്യം പറയടാ. എന്റെ നാരായണൻ കുട്ടിയെ കാർത്തിയാനിയുടെ ആളുകളൊന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി. ഏത് കാർത്തിയാനിയാടാ? കടപ്പുറത്തിന് കാർത്തിയാനി എന്ന് പറഞ്ഞ വ്യക്തി വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക മുതലാളി. അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാന്ന് പറ. പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി, എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല. അത് ശരി. അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത ഈ ഞാൻ പോയി അടി കൂടണല്ലേ? എനിക്ക് മനസ്സില്ല. ഓടുന്നു. കടപ്പുറം കാർത്തിയാനിക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ചമ്മയാ. അച്ചമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പോ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വക്കീലേ, എടോ വക്കീലേ. ഞാനിവിടെ ഉണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തവരെ ഞാൻ വിളിക്കുവോ? താനാ ഫോണിൽ എടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് ഇങ്ങ് വരാൻ പറ. ഈ കേസിൽ നമ്മൾ ഇടപെടണം മുതലാളി. ഇതൊരു പെണ്ണ് കേസല്ലേ? നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും 500 ഇടപെടില്ലെന്ന്? എടോ വക്കീലേ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല. ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിച്ചു പറ്റി തോന്നാലും ഈ 500 സഹായിക്കും. 500 സഹായിക്കും. സഹായിക്കും. അത് നീയാണ് തീരുമാനിക്കുന്നത്, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. കാഴ്ച താമൂലിയോ? ബാലരാമനാണോടാ? അതെ, ഞാൻ ബാലരാമനാ. നീ ഇവിടെ മതി എന്ന് പറഞ്ഞല്ലോ. പെട്ടെന്ന് വരണം. ഇതാ വരുന്നു, ഉടനെ വരാം. ഇതൊക്കെ എടുത്ത് വെച്ചേരെ, ഞാൻ വന്നിട്ട് നോക്കാം. ഉച്ചയ്ക്ക് മുമ്പ് കണക്കും കൊണ്ട് സെൽ ടാക്സി ചെല്ലേണ്ടതാ. ഉച്ച കഴിഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് കണക്ക് മാഞ്ഞു പോയിരിക്കും. എടുത്തോട്ട് പോടോ. ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നവാമി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞിക്കിണർ ഒന്ന് മേശപ്പുറത്ത് വെച്ച് ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി? ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്നാ ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? വാദാത്മജം ശിരസാ. ഓ എന്നാ പ്രേമം നോക്കിയടാ. ആരാ അമ്മേനെ കെട്ടിയ പിശാചാന്ന്? ഹലോ, ആരാ? നിന്റെയൊക്കെ അമ്മയെ കെട്ടിയ പിശാച് തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? അച്ഛൻ? അയ്യോ ആഞ്ജനിയാ. സാമേട്ടനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാം അച്ഛാ, ഉടനെ വന്നേക്കാം. പ്രേമ ഒന്ന് പിടിച്ചേ, എനിക്ക് ഇത്തിരി പണിയുണ്ട്. അയ്യോ എടാ തൊരപ്പാ, അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തിടാ.